ഇടുക്കിയിൽ വീണ്ടും കാട്ടുപോത്തിന്റെ ആക്രമണം. സ്പ്രിംഗ് വാലിയിൽ ഒരാൾക്ക് കുത്തേറ്റു. ഇന്നലെ അടിമാലിയിലും കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനീഷ് ആന്റണി ചേരുകയാണ്. ബിനീഷ്, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാട്ടുപോത്ത് ആക്രമണത്തിന്റെ പുതിയ വിവരങ്ങൾ? ആർക്കാണ് പരിക്കേറ്റത്? പരിക്കേറ്റ ആളുടെ അവസ്ഥ എങ്ങനെ? സ്പ്രിംഗ് വാലിയിൽ മൂലമല എം ആർ രാജീവിനാണ് പരിക്കേറ്റത്. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായി മലകയറ്റം കഴിഞ്ഞ സുഹൃത്തുക്കൾക്കൊപ്പം തിരികെ മടങ്ങുന്നതിനിടെയാണ് ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഏലത്തോട്ടത്തിനുള്ളിൽ നിൽക്കുകയായിരുന്ന കാട്ടുപോത്ത് പാഞ്ഞെടുത്ത് രാജീവിനെ ആക്രമിക്കുകയായിരുന്നു. വയറിന് കൊമ്പുകൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. ഏതായാലും സാരമായി പരിക്കേറ്റ രാജീവിനെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി രാജീവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാട്ടുപോത്തിന്റെ ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. ഏതായാലും ഇപ്പോൾ രാജീവ് അപകടനില തരണം ചെയ്തു വേണം നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിദഗ്ധ ചികിത്സക്കായി തന്നെ രാജീവിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലും അടിമാലി അടക്കമുള്ള ഇരുമ്പുപാലം പ്രദേശങ്ങളിലും ഈ കാട്ടുപോത്ത് ഇറങ്ങിയത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു. ഈ അടിക്കടി ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനയും കാട്ടുപോത്തും ഇറങ്ങുന്നത് വലിയൊരു ആശങ്കയായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. ജിംഷാ, തീർച്ചയായും ഈ കാട്ടുപോത്തിന്റെ ആക്രമണം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ ഇറങ്ങിയ കാട്ടുപോത്തിനെ, അക്രമകാരിയായ കാട്ടുപോത്തിനെ എങ്ങനെയാണ് ട്രേസ് ചെയ്യാനായിട്ടുണ്ടോ, പിടിക്കാനായിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ വിവരങ്ങൾ? നിലവിൽ ഈ മലകയറ്റം കഴിഞ്ഞ് വരുന്നപ്പോഴാണ് ഈ കാട്ടുപോത്ത് ഏലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചത്. ഇവിടുന്ന് പെട്ടെന്ന് പാഞ്ഞെടുത്ത് രാജീവിനെ ആക്രമിക്കുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്ന് ഈ കാട്ടുപോത്ത് ഈ രാജീവിനെ ആക്രമിച്ച ശേഷം സുഹൃത്തുക്കളെല്ലാം ഓടി വരുമ്പോൾ തന്നെ ആ കാട്ടുപോത്ത് ഈ ഏലത്തോട്ടം വഴി ലേക്ക് കടന്നിരുന്നു. ഏതായാലും രാജീവിന് സാരമായ പരിക്കേറ്റതോടെ ഈ ആളുകളെല്ലാം തന്നെ ഒരു ആശങ്കയിൽ തന്നെ. കാരണം ഈ കാട്ടുപോത്ത് പകൽ രാജീവ് ചികിത്സയിലാണോ? രാജീവിന് വയറ്റിലാണോ കുത്തേറ്റത്? എന്തൊക്കെയാണ് രാജീവിന്റെ വയറ്റിലാണ് ഈ കുത്തേറ്റിരിക്കുന്നത്. ഈ ഇവിടെ ഇടുക്കിയിൽ തന്നെ പ്രാഥമിക ചികിത്സ നൽകിയതെല്ലാം ശേഷം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് ഈ രാജീവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. ശരി, ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ഇടുക്കിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണം.